ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്കിൽ നിന്ന് ഇനി നേരെ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാളുണ്ട് ഇവിടെ, അത് കാണാൻ പോകാമെന്ന് പറഞ്ഞു ആഷിമോന്. അപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണം. ആഷിമോനൊക്കെ മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട്. ഇവിടെ റോഡ് ക്രോസിംഗ് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലത്തെ പോലെ സ്റ്റോപ്പിൽ നിന്ന് കൈകൊണ്ട് കാണിച്ചാലൊന്നും പറ്റില്ല കേട്ടോ വണ്ടിയും. അപ്പോൾ നമ്മൾ ഒട്ടി നിൽക്കുന്നുണ്ടാവും. അവിടെ ഒരു പച്ച മനുഷ്യൻ കത്തിയാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ഇങ്ങോട്ടും ഇവിടുത്തെ അങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഭംഗിയായിട്ട് അപകടമൊന്നുമില്ലാണ്ട് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പോണത് മാളിലേക്കാണ്. പക്ഷേ അപ്പോഴേക്കും ഭയങ്കര ദാഹം. പാഷിമ പറഞ്ഞു ഇവിടെ നല്ലൊരു അടിപൊളി കട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ആ കടയിൽ പോയി. ഇതൊരു പെരിന്തൽമണ്ണക്കാരൻ്റെ കടയാണ് കേട്ടോ, ഒരു മലയാളിയുടെ കടയാണ്. ഇതിൽ ഫുള്ളും മലയാളി തന്നെ. മനു മെനു കാർഡ് എടുത്ത് മറിച്ച് നോക്കുന്നുണ്ട്. മനു ഓരോ തരം ഫുഡും ജ്യൂസും ചായയും ഒക്കെ കാണിച്ചു തന്നിട്ട് മനു പുഞ്ചിരിക്കുന്നുണ്ട്. ആഷിമോനും അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ മീൻസ് റൂംമേറ്റ്. മനുവിന് ഇതൊക്കെ കണ്ടിട്ട് മനു എന്നെ കൊതിപ്പിച്ച് എന്തൊക്കെയോ ഓരോ തമാശ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉഷയാണെങ്കിൽ കിളി പോയ പോലെ ഇങ്ങനെ എന്തോ ഒരു കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കിളിയല്ല പോയത്, കുഞ്ഞാറ്റയാണ് പോയത്. പിന്നെ അങ്ങനെ ജ്യൂസ് പറഞ്ഞു, മനുവിൻ്റെയും ആഷിമോൻ്റെയും ജ്യൂസ് കിട്ടി. അവർ എന്താ പറയുക, അവക്കാഡോ വെച്ചിട്ടുള്ളൊരു സ്മൂത്തി പോലത്തെ സംഭവമാണ് ഓർഡർ കൊടുത്തിട്ടോ. ആഷിമോൻ്റെ റൂംമേറ്റ് അവിടെ ഉണ്ട്. ആഷിമോൻ്റെ റൂംമേറ്റിനോട് കുറേ നിർബന്ധിച്ചിട്ട് ആ ചെക്കനൊരു നെല്ലിക്ക കാന്താരിയെ പറഞ്ഞു കേട്ടോ. മനുവൊക്കെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. മനു ജ്യൂസ് അങ്ങനെ കുടിക്കാത്ത ഒരാളാണ്. തണുപ്പ് ഇഷ്ടമല്ലേ മനുവിന്. ആഷിമോന് ഒറ്റ വലിക്ക് കുടിച്ചു. പക്ഷെ എന്തോ നല്ല വിഷമമുണ്ട് എൻ്റെ ബുഷിന്. എൻ്റെ റിനുമോളും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് ജ്യൂസിന്. എൻ്റെ ജ്യൂസ് എത്തിയിട്ട് ഇതാണ് ടെൻഡർ കോക്കനട്ട്. ഞാൻ പിന്നെ കേരളീയതായതുകൊണ്ട് ടെൻഡർ കോക്കനട്ട് ഞാനും എൻ്റെ റിനുമോളും. ഞാൻ നേരെ എൻ്റെ ബുഷിനെ നീക്കി കൊടുത്തു. പക്ഷെ ആദ്യം കുടിച്ചിട്ട് മതി എനിക്ക്. എൻ്റെ ബുഷി അത് ആസ്വദിച്ച് കുടിക്കണം. ബുഷിൻ്റെ വിഷമൊക്കെ പോട്ടെ പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് കൊടുത്തത്. പക്ഷെ തിരിച്ച് തന്നു. ബുഷിൻ്റെ ജ്യൂസ് മാത്രം ഇതുവരെ എത്തിയില്ല കേട്ടോ. ഈ ചെക്കൻ്റെ നെല്ലിക്ക കാന്താരി എത്തിട്ടോ. ഇവന് എന്താ പറയുക, ഒരു തിരൂരുള്ളൊരു കുട്ടിയാണ് കേട്ടോ. ആഷിമോൻ്റെ റൂംമേറ്റാണ്. അവന് ഇളക്കിയിട്ട് കുടിക്കാൻ കൊടുക്കണത് ആർക്കറിയാം ആഷിമോൻക്ക്. ആഷിമോൻ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ടേ ഉള്ളൂ. ആഷിമോൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ഇവൻ കുടിക്കാതെ വീണ്ടും ആഷിമോൻക്ക് തന്നെ അത് ഇളക്കി കൊടുക്കുക ചെയ്തത് കേട്ടോ. ആഷിമോന് നന്നായിട്ട് തേട്ടി ദഹിച്ചു തോന്നുന്നു ആഷിമോനക്ക് കുടിച്ചതൊക്കെ. നെല്ലിക്ക കാന്താരിയാണ്. അങ്ങനെ എൻ്റെ ബുഷിൻ്റെ ജ്യൂസ് എത്തി. ജ്യൂസിൻ്റെ ബുഷ് എത്തിന്ന്. അയ്യോ നാക്ക് വഴങ്ങണില്ല കേട്ടോ. ആ ബുഷ് ഒന്ന് ചിരിച്ചു, സമാധാനം. ജ്യൂസ് കണ്ടപ്പോൾ എൻ്റെ ബുഷി ചിരിച്ചു, ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. കുഞ്ഞാറ്റ പോയ സങ്കടമൊക്കെ അങ്ങനെ പോകും തോന്നുന്നു. എന്തായാലും ശരി, ജ്യൂസൊക്കെ കുടിച്ച് എനിക്ക് എൻ്റെ ബുഷി ഒന്ന് നീക്കി തന്നിട്ടോ എൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ് കേട്ടോ ബുഷിൻ്റെ ജ്യൂസ്. പേരറിയില്ലെങ്കിലും എനിക്ക് അതിൻ്റെ പേരറിയാൻ പറ്റുന്നില്ല. പക്ഷേ അടിപൊളിയാണ്. മഴവില്ലിന് 7 നിറമല്ലേ, ആ 7 നിറം ആ ജ്യൂസുമ്പോൾ കണ്ടു ഞാൻ ഇളക്കിയപ്പോഴേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും റോഡ് ക്രോസ് ചെയ്തിട്ട് അതാ കാണുന്നതാണ് മാള്. അങ്ങനെ മാളിലെത്തിട്ടോ. ഏറ്റവും വലുത് ഇവിടെ ദുബായ് മാളാണ്. അത് മൊത്തം നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ ഓൾഡ് ദുബായ് മോളുണ്ട്, ന്യൂ ദുബായ് മോളുണ്ട്. ന്യൂ ദുബായ് മോൾ നമ്മൾ മൊത്തം കണ്ടു. കാരണം അതിൻ്റെ പുറകിലാണ് ബുർജ് ഖലീഫ ഇരിക്കുന്നത്. ഈ ദുബായിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മോളുണ്ടോ. കാരണം ഇതിലൊക്കെ ഓരോരുത്തർക്കും ജോലിയൊക്കെ കിട്ടണ്ടേ, ജോലിയൊക്കെ വേണ്ടേ. വെറൈറ്റി മോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ മേലെ പോവാണ്. താഴത്ത് നമ്മൾ ആദ്യം മേലെ പോണേ. ഇത് കണ്ടോ, ആ തടാകം പോലെ കുളം പോലെയൊക്കെ അത് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അതിന് ഫുള്ള് ചുറ്റും കണ്ടോ എന്തോന്ന് ലൈറ്റ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇതിന് ഞാൻ തടാകം എന്നൊക്കെ പറഞ്ഞത്. നല്ല രസമല്ലേ കാണാൻ, വെള്ളമാണത്. പിന്നെ അങ്ങനെ നമ്മൾ മുകളിലെത്തി. പിന്നെ ഞാനാണെങ്കിൽ ഇവരൊക്കെ ഓടിപ്പോണുണ്ട്. എവിടേക്കായി ഓടിപ്പോണത്? ഞാനാണെങ്കിൽ മൊത്തം വീഡിയോ എടുക്കണ്ടേ എനിക്ക്, എന്നാലല്ലേ നിങ്ങൾക്കൊക്കെ ഇത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും കണ്ണ് തള്ളുമെന്ന് അറിയില്ലേ. റോസ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കഫേ എന്നിട്ട് ഇരിക്കണത്. ആഷിമോനും റൂംമേറ്റും മുന്നിൽ വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ട്. ആഷിമോനും ഫുൾ അതിനെ കളിയാക്കി കൊണ്ടോ. ഈ അറബികളൊക്കെ നമ്മളെ നേരൊക്കെ എന്താ നീട്ടുന്ന അറിയാം, അത്തറ്. അത് സ്മെല്ലാക്കാനോ ബുഷിൻ്റെ ഇടയിൽ ഇന്നെ ചീത്ത പറഞ്ഞിട്ട് എവിടെ നോക്കിയിട്ടാണ് നടക്കണേ പറഞ്ഞിട്ട് അവർ അത്ര വാങ്ങാൻ വേണ്ടി. ഇതുണ്ടോ ഫുള്ളും എക്സ്മസ് ട്രീയും ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത്, അതിൻ്റെ അലങ്കാരമാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഞാൻ നാളെ പോണ സ്ഥലം കാണിച്ചില്ല. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോണത്. അപ്പോൾ ടാറ്റ ബൈ ബൈ.